ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 1/2 കിലോ ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഒരു ക്യാരറ്റും ഒരു സവാളയും കുറച്ച് ബീൻസും ഇഞ്ചിയും വെളുത്തുള്ളിയും ക്യാപ്സിക്കവും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിലോട് കടക്കാം. അരി വേവിക്കാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ സ്പൈസൽ ഇട്ട് കൊടുക്കാം. ഗ്രാമ്പൂ, പട്ട, തൈക്കാലം, സ്റ്റാർ പോലെ ഇരിക്കുന്നതാണ് കേട്ടോ തൈക്കാലം എന്ന് പറയുന്നത്. പിന്നെ ബേ ലീഫ്, പിന്നെ അരിക്ക് ആവശ്യമായ ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. പിന്നെ നമുക്ക് 2 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് ഗ്രീൻ പീസിനെ ആവശ്യത്തിന് ഉപ്പിട്ട് 3 ഫിസിൽ കേൾപ്പിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ആ ടൈം കൊണ്ട് നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസുമതി റൈസും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓവറായിട്ട് അരിനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 90% വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അരി സെറ്റാവുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതിലോട്ട് കടക്കാം. അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യമായ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് വശക്കി എടുക്കാം. അത് വഴണ്ടു വരുന്ന ടൈമിൽ നമുക്ക് ക്യാരറ്റും ബീൻസും കൂടി ഇട്ട് കൊടുക്കാം. കാരണം അതിന് അത്യാവശ്യം വേവ് ആവശ്യമുണ്ടല്ലോ. സവാള ആണെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. അപ്പോൾ ക്യാരറ്റും ബീൻസൊക്കെ ആണെങ്കിൽ കുറച്ച് വഴലാൻ താമസമാണ്. അപ്പോൾ ആദ്യം നമുക്ക് അത് രണ്ടും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് ഒരുവിധം വഴണ്ടതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കവും സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വശക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് എല്ലായിടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമ്മളുടെ ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ പീസിനെയും കൂടി ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ അരി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അരി വെന്ത് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിനെയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ട ഒന്ന് ചിക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ മുട്ട എടുക്കും. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മുട്ട ചിക്കാൻ വേണ്ടി ചീനിച്ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിൽ ആവശ്യമായ ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചിക്കിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ ഫ്രൈഡ് റൈസിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് കുരുമുളക് ഈ ഒരു ഫ്രൈഡ് റൈസിലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സോയാ സോസ് ഉപയോഗിക്കാം. നമ്മളിവിടെ സോയാ സോസിന് പകരം കെച്ചപ്പാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോയാ സോസ് മാത്രം യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ സോയാ സോസിന് പകരം ടൊമാറ്റോ കെച്ചപ്പ് എടുത്തതേ ഉള്ളൂ. അങ്ങനെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു എഗ് ഫ്രൈഡ് റൈസ് വന്നിട്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഈ എഗ് ഫ്രൈഡ് റൈസ് നമുക്ക് കറികളൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ നമ്മൾ കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത് ചിക്കൻ ലിവർ പെരട്ടും സാലഡും പപ്പടും അച്ചാറൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ. ഈ ചിക്കൻ ലിവർ പെരട്ടിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കും. ഞാനിവിടെ ഐക്കാട്ടി കൊടുത്തേക്കാവേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തുള്ള യൂസ്ഫുൾ ആൻഡ് വെറൈറ്റി വീഡിയോസിനായി നമ്മളെ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.